ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റാഗി ഇഡ്ഡലിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. റാഗി, മുത്താറി, പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു റാഗി എന്ന് പറയുന്നത്. ചെറുധാന്യങ്ങളിൽപ്പെട്ട ഫിംഗർ മില്ലറ്റ് എന്നും കൂടി അറിയപ്പെടുന്നു. ഇത് വളരെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. പക്ഷേ മിക്ക ആളുകൾക്കും അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് നിറയെ ഫൈബറും അതോടൊപ്പം കാൽഷ്യവും അയണും നിറഞ്ഞ ഒന്നായതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇഡ്ഡലി തയ്യാറാക്കി കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി പോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ മെഷറിംഗ് കപ്പിൽ 1 കപ്പിനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് അളവെടുക്കാവുന്നതാണ്. ഏത് പാത്രത്തിലാണോ നിങ്ങൾ അളവെടുക്കുന്നത് അതേ പാത്രം തന്നെ ഉപയോഗിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതിയാകും. 250 ml 1 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ റാഗി നന്നായിട്ട് കഴുകിയെടുക്കണം. റാഗിയിൽ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാകും. റാഗി ഒരു 5-6 പ്രാവശ്യമെങ്കിലും നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ റാഗി മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് അതേ മെഷറിംഗ് കപ്പിന് തന്നെ 1/2 കപ്പ് ഇഡലി റൈസാണ്. ഇഡലി റൈസ് ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ ഇഡലി തയ്യാറാക്കുന്നത്. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഇഡലി റൈസ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇഡലി റൈസ് ഇല്ലാത്ത ആളുകൾക്ക് അതിന് പകരമായിട്ട് നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, ആ പച്ചരി ഉപയോഗിച്ച് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇഡലി റൈസ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതില്ല എന്ന് വിചാരിച്ചാൽ ഒട്ടും ടെൻഷൻ ആവേണ്ട, നമുക്ക് പച്ചരി ഉപയോഗിച്ചും റെഡിയാക്കാം. അതുപോലെ തന്നെ അരി ഉപയോഗിക്കാതെ റാഗി ഇഡലി തയ്യാറാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും തയ്യാറാക്കാൻ പറ്റും. റാഗിയും ഉഴുന്നും അരച്ച് നമുക്ക് ഇഡലി തയ്യാറാക്കാം. പക്ഷെ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലെ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിരിക്കില്ല. അപ്പോൾ ഇഡലിക്ക് കുറച്ചുകൂടി ഒരു മയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് മാത്രം ഇഡലി റൈസ് ചേർക്കുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഉഴുന്നാണ്. ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 1/2 ഗ്ലാസ്സിൽ താഴെ മാത്രം മതിയാകും. അപ്പോൾ നിങ്ങൾ പിളർന്നിട്ടുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നാണ് എടുക്കുന്നതെങ്കിൽ മാത്രം 1/2 ഗ്ലാസ് എടുത്താൽ മതിയാകും. ഇപ്പോൾ ഈ ഉഴുന്നും നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉഴുന്ന് വാഷ് ചെയ്ത് നമ്മൾ കുതിരാനിടുന്ന വെള്ളം നല്ല വെള്ളത്തിൽ വേണം ഉഴുന്ന് കുതിരാനായിട്ടിടാൻ. കാരണം ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇഡലി മാവ് തയ്യാറാക്കാറ്. അതായത് അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉലുവയാണ്. നമ്മൾ ഉലുവ 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ റാഗി കുതിരാനായിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറോളം വേണ്ടി വരും. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് സോക്ക് ചെയ്താൽ മാത്രമാണ് റാഗി നല്ല സോക്കായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്യാനായിട്ടിടാം. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയും ഉഴുന്നും റാഗിയും എല്ലാം തന്നെ നമ്മളൊരു 6 മണിക്കൂറോളം നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുതിരാനായിട്ട് ഇട്ട സമയത്ത് ആദ്യമേ പറഞ്ഞതുപോലെ ഉഴുന്ന് സെപ്പറേറ്റ് 2-3 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. ഈ വെള്ളം നമ്മൾ ഊറ്റി കളയരുത്. ഊറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് വേണം നമുക്കിത് മാവരച്ചെടുക്കാൻ. ഈ ഒരു പാത്രത്തിൽ ഞാൻ റാഗിയും അതുപോലെ അരിയും ഉഴുന്നുമാണ് സെപ്പറേറ്റ് കുതിരാനായിട്ടിട്ടത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ റാഗിയൊക്കെ ഞാൻ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന് കുതിരാനിട്ട വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1-2 ട്രിപ്പായിട്ട് ഓരോന്നും അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റാഗിയും അരിയും ഉലുവയും ചേർന്ന് മിക്സ് അരയ്ക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരികളോടുകൂടി. അപ്പോഴാണ് ഇഡലി നന്നായിട്ട് കിട്ടുക. അതേസമയം നമ്മൾ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് നല്ല മഷി പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഉഴുന്ന് അരച്ചെടുക്കാം. ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും ബ്രാൻഡുകൾ വ്യത്യാസമായിരിക്കും മിക്സിയുടെ. അപ്പോൾ ചില മിക്സിയൊക്കെ നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് ഒത്തിരി ചൂടായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മിക്സി അങ്ങനെ ഓവറായിട്ട് ചൂടാവുന്ന മിക്സിയാണ് എങ്കിൽ ഇതുപോലെ ഉഴുന്നും അരിയും ഒക്കെ അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇഡലി ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതേസമയം നമ്മൾ ഇഡലിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഓവറായിട്ട് മിക്സി ചൂടായി കഴിഞ്ഞാൽ ആ മാവിന് ഭയങ്കര ചൂടായിരിക്കും. അത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പൊങ്ങി കിട്ടുകയില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഉഴുന്നിലേക്ക് നമുക്ക് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ട് വെള്ളം ചേർക്കാം. വെള്ളം ആദ്യമേ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കേണ്ട, ഒരു 1/2 കപ്പിൽ താഴെ മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം.
മാവ് ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും അരച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്ക് കലക്കിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒരുമിച്ചിട്ട് കൊടുക്കാം. ഈ റാഗിയുടെ മിക്സിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തികച്ചും ഓപ്ഷണലാണ്. നമ്മുടെ ഇഡലിക്ക് നല്ലൊരു മയം കിട്ടുന്നതിന് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഇഡലി അരയ്ക്കുന്ന സമയത്ത് അവൽ അല്ലെങ്കിൽ ചോറ് ചേർക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നമുക്കെല്ലാ മിക്സും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് റാഗി അരച്ച മിക്സ് ഈ ആദ്യം ഉഴുന്നരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അരയ്ക്കുന്ന സമയത്ത് ഒരു 2-3 ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം. റാഗി അരഞ്ഞു കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് അരച്ചെടുക്കണം. പക്ഷേ ചെറിയ തരികൾ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ മുഴുവൻ ബാറ്ററും ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഒരു പാകത്തിനാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ബാറ്റർ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബാറ്റർ പൊങ്ങിയതിന് ശേഷം ഞാൻ സാധാരണ ഇഡലി ചുടുന്നതിന് തൊട്ട് മുന്നെയാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കാറുള്ളത്. നന്നായിട്ട് കൈ ഉപയോഗിച്ച് മാവ് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കയ്യിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ ഫലമായിട്ട് നല്ല ഫെർമെൻറ്റേഷൻ നടക്കുകയും നന്നായിട്ട് എയറേറ്റഡ് ആയിട്ട് നല്ല പൊങ്ങി കിട്ടുകയും ചെയ്യും മാവ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു നേരം റാഗി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായ കാൽഷ്യവും അയണും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അത് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ വളരെ ഉപകാരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത്. റാഗി ആയതുകൊണ്ട് തന്നെ ഇത് ഇരിക്കുന്ന സമയത്ത് ഒരല്പം കൂടെ തിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്, നന്നായിട്ട് പൊങ്ങുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇത് ഏകദേശം ഒരു 8 മണിക്കൂറോളം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 6-7 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടുവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് അടച്ച് വെക്കാം. അത് ഫെർമെൻ്റ് ആവട്ടെ. ഫെർമെൻ്റ് ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ദാ നമ്മുടെ മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 7 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇഡലിക്ക് അരച്ച് വെക്കുമ്പോൾ പൊങ്ങി വരുന്നത് പോലെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ടത് ഫെർമെൻറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ഇരിക്കേണ്ടത്. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇഡലി മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉടനെ തന്നെ ഇഡലി കോരി ഒഴിച്ച് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇഡലി തട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആവി വരുന്ന സമയത്ത് ഓരോ തട്ടിലും ഒരല്പം നെയ്യോ ബട്ടറോ തടവിയതിന് ശേഷം ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇഡലി റെഡിയായി കിട്ടും. ഇപ്പോൾ ദാ നമ്മൾ ഇഡലി കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ ദാ നമ്മുടെ ഇഡലിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനിത് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ എടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇത് ഒട്ടും തന്നെ തട്ടിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇഡലി ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ ഈ ഒരു റാഗി ഇഡലി ഞാൻ സെർവ് ചെയ്യുന്നത് തക്കാളി ചട്നിയുടെ കൂടെയാണ്. തക്കാളി ചട്നിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാമ്പാറിൻ്റെയോ ചട്നിയുടെയോ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡലി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡലി എല്ലാവരും തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.